ഹലോ ഗൈസ്, പത്തനംമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ചന്തുമോള് ആദർശിൻ്റെ കുഞ്ഞാണെന്നുള്ള കാര്യം നവിയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ടല്ലോ. അപ്പം നവിയ പറയുന്നുണ്ട്, എന്നാലും അയാളെക്കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നും വിചാരിച്ചില്ല. എന്നിട്ട് മുത്തശ്ശൻ എന്താ പറഞ്ഞത്, അയാളെ MD സ്ഥാനത്തുനിന്ന് മാറ്റുകയും വീട്ടിൽ നിന്ന് പുറത്താക്കുകയൊക്കെ ചെയ്യേണ്ടതല്ലേ മുത്തശ്ശൻ എന്ന് ചോദിക്കുന്നുണ്ട്. ഇതൊന്നും ചെയ്തിട്ടില്ല ഇതുവരെ. ഇതിപ്പം ഞാനാണ് പ്രതിസ്ഥാനത്തെങ്കിൽ ഇപ്പം എന്നെ പുറത്താക്കിയേനോ. പക്ഷേ അവരുടെ കാര്യത്തിൽ ഇതൊന്നും മാറ്റമില്ലാതെ തുടരുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഇതെങ്ങനെ നയനെ സഹിക്കുന്നു എന്നുള്ളതാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് അവർ സഹിക്കും, കാരണം അവർ ഭർത്താവിനെ അതുപോലെ അങ്ങ് വിശ്വസിച്ചിരിക്കുകയാണ്. ആദർശ് അതുപോലെ വിശ്വസിപ്പിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് അഭി ഇങ്ങനെ നവിയെ ബ്രെയിൻ വാഷ് ചെയ്യുന്നുണ്ട്. അപ്പം നവി ആ കൺഫ്യൂഷനിലാകുന്നുണ്ട്. അന്നേരം അഭി കുഞ്ഞിനെ നോക്കി പറയുന്നുണ്ട്, മോനെ നീ ജനിച്ചത് പിന്നെ അച്ഛന് ശുക്രദശയാണെടാന്ന്. പിന്നീട് കാണിക്കുന്നത് ആകെ ടെൻഷൻ അടിച്ചിരിക്കുന്ന ദേവയാന അടുത്തേക്ക് ജലജ വരികയാണ്. അപ്പം ജലജ മനസ്സിലോർക്കുന്നുണ്ട്, അവളിരുന്ന് എരിയുകയാണ്, എരിയട്ടെ, അവൾ എരിഞ്ഞ് തീരട്ടെന്നൊക്കെ. എന്നിട്ട് അടുത്ത് വന്നിട്ട് ചോദിക്കും, എടുത്തി എന്നാലും ആദർശ് ഇങ്ങനെ ചെയ്യുമെന്നൊന്നും ഞങ്ങളാരും വിചാരിച്ചില്ല. ഈ വീട്ടിൽ ഭയങ്കര ആദർശവാനായിരുന്നല്ലോ അവൻ എന്നാലും അങ്ങനെ ചെയ്യാമായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ദേവേനെ പറയും, അതൊക്കെ നീ എന്ന് അവനോട് ചോദിക്കുക, എന്നോടല്ല ചോദിക്കണമെന്ന് പറയും. ഞാൻ അവനെ എൻ്റെ മനസ്സിൽ നിന്ന് ഇറക്കി വിട്ടു, ഇനിയിപ്പോൾ അവൻ എൻ്റെ മകൻ പോലും അല്ല എന്നൊക്കെ പറയും. എന്തൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ മതിയോ? എൻ്റെ മോനായിരുന്നല്ലോ എല്ലാവരുടെയും മുമ്പിൽ കണ്ണിൽ കരടായിട്ടിരുന്നത്. അവനായിരുന്നു ഈ തെറ്റ് ചെയ്തിരുന്നെങ്കിൽ ഇപ്പം അവനെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടത്തില്ലായിരുന്നോ? നയനെ എന്നാലും ഇതൊക്കെ എങ്ങനെ സഹിക്കുന്നു എന്നുള്ളതാണ്. അതെങ്ങനെയാണ്, അവളുടെ സ്വഭാവം കൊള്ളത്തില്ല എന്ന് പറയും. അതിപ്പം ദേവനിക്ക് എന്താ നീ ഉദ്ദേശിച്ചെന്ന്, അവൾ അഴിഞ്ഞാടി നടക്കുന്നതായിരിക്കും, അതുകൊണ്ടായിരിക്കുമല്ലോ ഭർത്താവിന് വേറൊരു സ്ത്രീയിലൊരു കുഞ്ഞുണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ മൈൻഡാതിരിക്കുന്നത്. അവൾക്കിതൊന്നും ഒരു പ്രശ്നമേ അല്ലെന്നൊക്കെ പറയും. അന്നേരത്തേന് ദേവയാനിക്ക് ദേഷ്യം വരുന്നുണ്ട്. നീ ഒന്ന് പോകുന്നുണ്ടോ എന്ന് ചോദിച്ച് ദേഷ്യപ്പെട്ട് അങ്ങ് പോവും. ദേവയാനി ചെല്ലുമ്പോഴത്തേന് നയന കുഞ്ഞിനെ മടിയിൽ വെച്ച് ഫുഡൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഉടനെ ദേഷ്യം വന്നിട്ട് ദേവയാനി ചോദിക്കും, 5 വയസ്സൊക്കെ കഴിഞ്ഞ കുട്ടിയല്ലേ, അതിനങ്ങോട്ട് വാരി തിന്നാൻ അറിയത്തില്ല എന്നൊക്കെ ചോദിക്കും. അതമ്മേ, അവൾ കുഞ്ഞല്ലേ, അവൾക്ക് അങ്ങനെ അറിയത്തില്ലാത്തതുകൊണ്ടാണെന്നൊക്കെ പറയും. ഇനി ഇങ്ങനെ വാരിക്കൂരിയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, അവൾ അങ്ങ് കഴിച്ചോളൂ എന്നൊക്കെ പറയും. എനിക്ക് ഈ കുഞ്ഞിനെ ഇപ്പോൾ കാണുന്നത് ഇഷ്ടമല്ല. ആദർശിൻ്റെ കുഞ്ഞാന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ എന്തുമാത്രം ഇതിനെ സ്നേഹിച്ചിരുന്നു അത്രയും തന്നെ ഞാൻ ഇതിനെ വെറുക്കുന്നുണ്ട്. മോളെ, നിനക്കൊരു കുഞ്ഞ് വേണ്ടേ? നിൻ്റെ കുഞ്ഞിനെ തലോലിക്കാൻ ഇനി എനിക്ക് ആഗ്രഹം എന്നൊക്കെ പറയും. അന്നേരത്തേന് ഈ കുഞ്ഞൊരു പ്രശ്നമാകുകയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ദേവയാനിയാണ്. പറയും നയന, എനിക്ക് എത്ര കുഞ്ഞുങ്ങളുണ്ടായെന്ന് പറഞ്ഞാലും എൻ്റെ മൂത്ത മോളായിട്ട് ഈ കുഞ്ഞ് ഞങ്ങളുടെ കൂടെ കാണും അമ്മയെന്ന്. അത് കേൾക്കുമ്പോൾ തന്നെ ദേവയാനിക്ക് ദേഷ്യം വന്നിട്ട് അങ്ങ് എഴുന്നേറ്റ് പോകാൻ തുടങ്ങുകയാണ്. അന്നേരത്തേന് നയന കുഞ്ഞിനെ ആശ്വസിപ്പിക്കുന്നുണ്ട്, മോൾ ഇനി ഇതൊന്നും കണ്ട് പേടിക്കണ്ട കേട്ടോ, നയനാമ്മ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞ്. പിന്നീട് കാണിക്കുന്നത് ജലജയും ജാനകി അനാമികയും എല്ലാം കൂടെ കൂടി ഈ കാര്യമൊക്കെ ഡിസ്കസ് ചെയ്യുന്നതാണ്. എന്നായാലും ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായത് ഇവിടെ ഭയങ്കരമായിട്ട് പ്രശ്നമായിട്ടുണ്ട്. ആദർശിൻ്റെ കുഞ്ഞായിരിക്കുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല എന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. അപ്പം ജാനകി പറയും, സത്യം പറഞ്ഞാൽ ഞാൻ ഓർത്തത് അത് അബിയുടെ കുഞ്ഞാണെന്നാണ് വിചാരിച്ചെന്ന് പറയും. അനാമികയും പറയും, ഞാനും അങ്ങനെ വിചാരിച്ചായിരുന്നു. എൻ്റെ മകൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല, എൻ്റെ മകൻ അങ്ങനെ വല്ലതും തെറ്റും പറ്റിയിട്ടുണ്ടെങ്കിൽ അത് നേരത്തെ എന്നോട് വന്ന് പറഞ്ഞേന്. ഇത് ആദർശിൻ്റെ അല്ലേ, ആദർശ് വലിയ ആദർശവാനായിട്ടിരുന്നതാണ്, ഇപ്പോൾ അവനായി ഇങ്ങനത്തെ വലിയ തെറ്റ് ചെയ്തിരിക്കുന്നത്. അച്ഛൻ ഇവനെ കൊടുത്തിരിക്കുന്ന സ്ഥാനങ്ങളൊന്നും ഇതുവരെയും തിരിച്ചെടുത്തിട്ടുമില്ല എന്നൊക്കെ പറയും. അന്നേരത്തേന് ജാനകി പറയും, പക്ഷേ ആ കുഞ്ഞിവിടെ വളരുന്നത് ഒരു പ്രശ്നമാണ്, കാരണം ആദർശിൻ്റെ കുഞ്ഞായത് സ്ഥിതിക്ക് ഇവിടുത്തെ സ്വത്തിനകത്ത് ഒരു അവകാശം അതിനും ഉണ്ടായിരിക്കുമല്ലോ എന്ന്. അത് കേൾക്കുമ്പോഴത്തേന് അനാമികയ്ക്ക് അങ്ങ് ടെൻഷൻ ആകുന്നുണ്ട്. ടെൻഷൻ മാറ്റാനായിട്ട് അനാമിക ഇതെല്ലാം ചെന്ന് അച്ഛനോടും അമ്മയോടും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. ആദർശിൻ്റെ കുഞ്ഞാണെന്ന് അറിഞ്ഞപ്പോൾ ആണ് സന്തോഷം, കാരണം പണി കിട്ടിയിരിക്കുന്നത് നയനയ്ക്കാണല്ലോ എന്ന് പറഞ്ഞാണ് ഇവർ ആഘോഷിക്കുന്നത്. ഇവർ പറയും, എന്തായാലും അവൾക്ക് അത് തന്നെ വേണം, വല്ലവൻ്റെയും കൊച്ചിനെ വളർത്താനുള്ള അതല്ലേ അവൾ അനുഭവിക്കട്ടെ എന്നൊക്കെ പറയും. എന്നാലും അവൾക്കിതൊന്നും ഒരു പ്രശ്നമല്ല, അവൾ കൂസലില്ലാതെ നിൽക്കുന്നതൊക്കെ അനാമിക പറയുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ഭർത്താവിന് വേറൊരു സ്ത്രീയിൽ ഉണ്ടായ കുഞ്ഞിനെ വളർത്തുക എന്ന് പറയുന്നത് ഒരു സ്ത്രീക്കും സഹിക്കാൻ പറ്റുന്നൊന്നും അല്ല മോളെ എന്നൊക്കെ പറയുന്നുണ്ട് രേവതി. എന്തായാലും ഇനിയിപ്പം ഇത് ആരോടും പറയാതെ അവർ ഒതുക്കി വെച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറയും അനാമിക. അത് സാരമില്ല മോളെ, നമുക്ക് ഈ കാര്യങ്ങളെല്ലാം ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ പുറത്തുള്ളവരെ ഓരോരുത്തരെ അറിയിക്കണം. ഞാനാണെങ്കിൽ അമ്പലത്തിൽ ചെല്ലുമ്പോഴത്തേന് അവിടെ ഒരു പരദൂഷണം പറയുന്ന സ്ത്രീയുണ്ട്, അവരോട് ഈ കാര്യം ഒന്ന് സൂചിപ്പിക്കുക, അവർ പിന്നെ പത്രത്തിൽ ന്യൂസ് അടിക്കുന്ന പോലെ എല്ലായിടത്തും അറിയിച്ചോളും എന്നൊക്കെ രേവതിയും സമ്മതിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശനും മുത്തശ്ശിയും കൂടി ഒന്ന് സംസാരിക്കുന്നതാണ്. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, എന്നാലും ആദർശിന് ഇങ്ങനെ ഒരു പേരുദോഷം വന്നത് ഭയങ്കരമായിപ്പോയി എന്നൊക്കെ. അത് ആദർശിന് ചതിച്ചിരുന്നതാരോ, അതെന്തായാലും സത്യം താമസിയാതെ പുറത്ത് വരിക തന്നെ ചെയ്യും, ഇതിലെന്തോ ചതി നടന്നിട്ടുണ്ടല്ലോ എന്നുള്ള കാര്യം ഉറപ്പാണെന്നൊക്കെ. ആ സമയത്താണ് അങ്ങോട്ട് ജലജ ഒരുങ്ങി ഇറങ്ങി വരുന്നത്. അപ്പം മുത്തശ്ശി ചോദിക്കും, നീ എവിടെ പോവാന്ന്? എനിക്കൊരു കൊച്ചുമകൻ ഉണ്ടായിട്ടുണ്ടല്ലോ, കുഞ്ഞിനെയും എൻ്റെ മരുമോളെയൊക്കെ ഒന്ന് കണ്ടേച്ച് ഞാൻ വരാമെന്ന് പറയും. പോകുന്ന കൊള്ളാം, ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും അവിടെ ചെന്ന് വിളമ്പാൻ
നിൽക്കേണ്ടെന്നും മുത്തശ്ശനും പറയുന്നുണ്ട്. ഞാനായിട്ടൊന്നും പറയുന്നില്ല, ഇനിയിപ്പോൾ ഇത് മുഴുവൻ നാട്ടുകാരറിഞ്ഞോളുമല്ലോ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യത്തിലാണ് ജലജ ഇറങ്ങിപ്പോകുന്നത്. അന്നേരം മുത്തശ്ശി പറയും, ഇനിയിപ്പം അവൾക്കൊരു കാര്യമായി, ആദർശിനെ കുറ്റപ്പെടുത്താൻ ഒരു കാര്യമില്ലാതെ അവൾ ഇരിക്കുകയായിരുന്നല്ലോ, ഇനിയിപ്പോൾ അവൾ അതും പറഞ്ഞ് നടന്നോളൂ എന്നൊക്കെ മുത്തശ്ശനും പറയും. ജലജ നവ്യയുടെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പം ഗോവിന്ദനും കനകയും കൂടെ ഹാളിലുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. അവർ പറയും, എന്താ ജലജ ഇറങ്ങിയെന്ന് ചോദിക്കും. ഞാനെൻ്റെ കൊച്ചുമോനെ ഒന്ന് കാണണം, പിന്നെ മരുമോളെ ഒന്ന് കാണണമല്ലോ, അവൾക്ക് വല്ലതുമൊക്കെ ഉണ്ടാക്കി കൊടുക്കണം, പിന്നെ പ്രസവമൊക്കെ കഴിഞ്ഞതല്ലേ, കാലും കൈയൊക്കെ ഒന്ന് തടവി കൊടുക്കാമെന്നൊക്കെ ഓർത്ത് വന്നതെന്ന് പറയും. അതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ടെന്ന് ഉടനെ കനക പറയുന്നുണ്ട്. അത് സാരമില്ല, ഞാനിവിടെ ചെയ്തേക്കാം എന്ന് പറഞ്ഞ് ജലജ പോകാനിരുന്നേക്കാണ് അകത്തോട്ട്. അന്നേരം ചോദിക്കും, അവിടുന്ന് അനന്തപുരിയിൽ നിന്ന് ആരെങ്കിലും വിളിച്ചായിരുന്നു എന്ന് ചോദിക്കും. മുത്തശ്ശി വിളിച്ചായിരുന്നു, നൂലുകെട്ടിൻ്റെ കാര്യമൊക്കെ ചോദിച്ചിരുന്നു എന്ന് പറയും. നിങ്ങളെന്തെങ്കിലും പേരൊക്കെ കണ്ടുവച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഞങ്ങളൊന്നും കണ്ടുവച്ചിട്ടില്ല, ജലജ കണ്ടുവച്ചോന്ന് ചോദിക്കും. ഞാൻ കണ്ടുവച്ചാൽ ആരെങ്കിലും സമ്മതിക്കുമോ, അതുകൊണ്ട് ഞാനൊന്നും കണ്ടുവച്ചില്ല എന്ന് പറയും. പിന്നെ അനന്തപുരിയിൽ എന്തെങ്കിലും വിശേഷം ഇങ്ങോട്ട് വിളിച്ച് പറഞ്ഞോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവിടെ നിന്നൊന്നും വിളിച്ച് പറഞ്ഞില്ല, എന്താ അവിടെ എന്തെങ്കിലും വിശേഷം ഉണ്ടോ എന്ന് ചോദിക്കും. ഒന്നുമില്ല, അന്ന് പിന്നെ ചോദിച്ചെന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ജലജ അകത്തേക്ക് പോകും. അപ്പം ഗോവിന്ദൻ പറയും, എന്തോ ഉണ്ടെന്ന് തോന്നുന്നല്ലോ ഇപ്പം ജലജയുടെ സംസാരത്തിൽ നിന്ന്, അതെന്തായാലും നല്ല കാര്യമായിരിക്കുകയില്ല, അല്ലെങ്കിൽ പിന്നെ ജലജ ഇങ്ങനെയൊന്നും പറയത്തില്ലെന്ന് കനകയും പറയും. ജലജ അകത്തേക്ക് ചെല്ലുമ്പോഴത്തേന് നവ്യ കുഞ്ഞിനെ പൗഡറൊക്കെ ഇടിച്ചോണ്ടിരിക്കുകയായിരുന്നു. അന്നേരത്തേന് പറയും, ആഹാ നീ കുഞ്ഞിനെ കളിപ്പിക്കുകയാണെന്നൊക്കെ ചോദിക്കും. അഭി ഇവിടെ വന്നിട്ട് ഇപ്പോൾ അങ്ങോട്ട് പോയതേ ഉള്ളെന്ന് പറയും. അവൻ വന്നിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ ഓടിയെന്ന് ചോദിക്കും. എന്ന് പറയും, അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഒരു കുഞ്ഞ് വന്ന കാര്യവും അത് ആദർശിൻ്റെ ആണെന്നൊക്കെ പറഞ്ഞെന്നുള്ള കാര്യം പറയും. അതാണ് അവിടുത്തെ കാര്യം, എന്നാലും നയന് ഇതെങ്ങനെ സഹിക്കുന്നു എന്നുള്ള ഓർത്തിട്ടാണ് ഞാൻ എന്നൊക്കെ ജലജ പറയുന്നുണ്ട്. അവൾക്ക് വേണമെങ്കിൽ അവനെ ഉപേക്ഷിച്ചിട്ട് തിരിച്ചു പോരാമല്ലോ എന്നൊക്കെ പറയും. അവളങ്ങനെ വരാനാ, ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇനി നിൻ്റെ അച്ഛനും അമ്മയ്ക്കും ബുദ്ധിമുട്ടാകുകയല്ലേ, അത് കാരണം അവൾ അവിടെ പിടിച്ച് നിൽക്കുന്നതെന്ന്. ഇങ്ങനൊരു കാര്യത്തിന് വേണ്ടി അവൾ തിരിച്ചു പോരുവാണെങ്കിൽ എൻ്റെ അച്ഛനും അമ്മയും അവളെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കത്തേ ഉള്ളെന്ന് പറയുന്നുണ്ട് നവ്യ. ഇനി നീ ഇതൊന്നും നിൻ്റെ അച്ഛനോടും അമ്മയോടും പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറയും. ഇല്ല, ഞാൻ ആരോടും പറഞ്ഞില്ല, പറയണ്ടെന്നാ അഭി പറഞ്ഞ്, അതുകൊണ്ട് പറഞ്ഞിട്ടില്ലെന്ന് പറയും. ഇതൊക്കെ ഇങ്ങനെ കേട്ട് സന്തോഷിച്ച് നിൽക്കുന്ന ജലജ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.